ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 100% വിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മൈദ ഞാനൊന്ന് അരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇനി ആ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ ഗരം മസാല അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബേക്കിംഗ് പൗഡറും മൈദയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പീൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്യുന്ന 1-2 രീതികളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പ്ലം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും വൈനിലോ റമ്മിലോ ഒന്നും സോക്ക് ചെയ്യാതെ പെട്ടെന്ന് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഒരു 1/4 കപ്പ് എടുത്തിട്ടൊന്ന് ക്യാരമൽ ചെയ്തു. അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അധികം താന്നൊന്നും പോകുന്നില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുമുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അൺസാൾട്ടഡ് ആയിട്ടുള്ള നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം ഐസിങ് ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഐസിങ് ഷുഗർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചുകൂടി എടുത്താൽ മതിയാവും. അപ്പം ബട്ടറും ഐസിങ് ഷുഗറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവരും വിഷമിക്കണ്ട കേട്ടോ. ഈ ഒരു ബട്ടർ കുറച്ചും കൂടി സോഫ്റ്റ് ആണെങ്കിൽ ഐസിങ് ഷുഗറും കൂടി ഇട്ടിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബീറ്ററും ഓവനും ഒന്നും വേണമെന്നില്ല. ബീറ്റർ ഇല്ലാത്തവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ഒക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ബട്ടറും ഐസിങ് ഷുഗറും എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. 1 മുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഓരോ മുട്ടയായിട്ട് ചേർത്ത് വേണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുട്ടകളും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസിനൊപ്പം തന്നെ റമ്മിൻ്റെ എസൻസ് കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു റമ്മിൻ്റെ എസൻസിന് 30 രൂപയെ വില വരുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതില്ലെന്ന് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. ഇനി ആ എസൻസ് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പിരിഞ്ഞ കൺസിസ്റ്റൻസി തോന്നും. അത് കുഴപ്പമില്ല. നമ്മുടെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിക്കോളും.
അപ്പോൾ എസൻസ് എല്ലാം ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൈദയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം, കുറച്ച് നട്ട്സും കുറച്ച് ബദാമും അതുപോലെ ബ്ലാക്ക് റേസിൻസും ടൂട്ടി ഫ്രൂട്ടിയും യെല്ലോ റേസിൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈന്തപ്പഴം ചെറിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മൈദയൊക്കെ ഇട്ടിട്ടല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആ മുട്ടയും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയെല്ലാം മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്പാച്ചിലൊക്കെ അടിഭാഗത്തൊക്കെ ചെന്നില്ലെങ്കിൽ ആ പിരിഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇങ്ങനെ വേറിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ശരിയാവില്ല. എല്ലായിടത്തും ഒരുപോലെ മിക്സായി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്തതായിട്ട് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരമൽ ചേർത്ത് കൊടുക്കണം. കഴിഞ്ഞ തവണ നമ്മൾ നല്ല ഡാർക്ക് കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാരമൽ കളറായിട്ട് നമുക്ക് കടകളിൽ മേടിക്കാനായിട്ടും കിട്ടും. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേൻ ചേർക്കണം എന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഗ്ലൂക്കോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പോലും എടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഗ്ലൂക്കോസൊക്കെ നമുക്ക് ബേക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ, നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലോ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലോ പിന്നെ സ്ക്വയർ ബേക്കിംഗ് ടിന്നിലോ ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ ഡിവൈഡ് ചെയ്തിട്ട് 5 ഇഞ്ചിൻ്റെയോ 6 ഇഞ്ചിൻ്റെയോ ഒക്കെ ബേക്കിംഗ് ടിന്നിൽ 2-3 കേക്കൊക്കെ ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്റർ മുഴുവൻ 7 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്റർ മുഴുവൻ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാറ്ററൊക്കെ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ നട്ട്സും അതുപോലെ കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിനുശേഷം ഡെക്കറേഷൻ ചെയ്യാനുള്ള നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബദാമോ അല്ലെങ്കിൽ റേസിൻസോ ചെറിയോ ഡേറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവനൊക്കെ അനുസരിച്ച് സമയം മാറ്റം വരും. അതുപോലെ ഓവനില്ലാത്തവർക്ക് കുക്കറിലും അതുപോലെ സോസ് പാനിലും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരുമെന്നേ ഉള്ളൂ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ളൊരു കേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ആ നട്ട്സ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് വിണ്ട് നിൽക്കുന്നത്. അത് തണുത്ത് വന്നു കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് വരണം. അപ്പോൾ നമുക്ക് സൈഡിലുള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ കണ്ടോ, ആദ്യം ആ വിണ്ട് നിന്നതൊക്കെ ഒന്ന് കൂടി ചേർന്നിട്ടുണ്ട്. ശരിക്കും വീഡിയോ ഇടാൻ താമസിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം കേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുവാണേ. ഈ ഒരു കേക്ക് നമ്മുടെ വൈനും റമ്മും ഒക്കെ വെച്ച് ബ്രഷ് ചെയ്ത് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇപ്പോഴും ടേസ്റ്റിന് കുറവൊന്നുമില്ല, എന്നാലും കുറച്ച് ദിവസം ഇരുന്നിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിനൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹൈറ്റ്, നല്ല കളറ്, നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, 100% ഉറപ്പ് തരുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനും 100% വിൽക്കാനും പറ്റിയിട്ടുള്ള ഒരു കിടിലം പ്ലം കേക്കാണ്. നമുക്കൊന്ന് കട്ടുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കേക്ക് നല്ല സോഫ്റ്റാണ്. അത് മാത്രമല്ല നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്ക് ഒരു പൊടിഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ലേ, സാധാ കേക്കുകൾ പോലെയല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡായിട്ടുണ്ട്. അടിഭാഗത്തേക്കൊന്നും താന്നു പോയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ റെഡിയാക്കാൻ തുടങ്ങിക്കോ. ക്രിസ്മസിന് സെയിൽ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.